السلام عليكم ورحمة الله. الحمد لله. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد إنك حميد مجيد. أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهدوا إلى الطيب من القول وهدوا إلى صراط الحميد. അൽബസിറ ഖുർആൻ പഠന വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 24-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. ഹ്രസ്വമായ ഒരായത്താണ്. അതിലെ പദങ്ങളും പാരായണവും പതിവ് പോലെ ആദ്യമായി ശ്രദ്ധിക്കുക. വഹുദൂ ഇല ത്വയ്യിബി മിനൽ ഖൗലി വഹുദൂ ഇല സിറാത്തിൽ ഹമീദ്. പാരായണവും കൂടി ശ്രദ്ധിക്കുക. وهدوا إلى الطيب من القول وهدوا إلى صراط الحميد. ഖുർആൻ പാരായണത്തിൽ പ്രഥമ സ്ഥാനം അക്ഷരശുദ്ധിക്കാണ്. അതുകൊണ്ട് ഓരോ അക്ഷരങ്ങളും അതിൻ്റെ ശരിയായ മഖ്റജിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുവാൻ പഠിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വഹുദൂ, അവിടെ ദാലിന് ഉകാരം നീട്ടുവാൻ മദ്ദുകൂടിയുണ്ട്. സാധാരണയിൽ കൂടുതൽ നീട്ടിയാണ് വായിക്കേണ്ടത്. വഹുദൂ ഇല ത്വയ്യിബി മിനൽ ഖൗലി വഹുദൂ, അവിടെയും ദാലിന് അകാരം നീട്ടുവാൻ മദ്ദുണ്ട്. വഹുദൂ ഇല സിറാത്തുൽ ഹമീദ്. കഴിഞ്ഞ ആയത്തിൽ 26-ാമത്തെ ആയത്തിൽ അള്ളാഹു സത്യവിശ്വാസികളെയും സൽക്കർമ്മികളെയും അവൻ്റെ സ്വർഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കുമെന്നും അവിടെ അവർക്ക് കരഗതമാകുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുമാണ് നാം മനസ്സിലാക്കിയത്. അള്ളാഹു അവർക്ക് പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്ന സ്വർഗീയ ആസ്വാദനങ്ങൾ, അതിൻ്റെ ചില സൂചനകളാണ് ആയത്തിൽ അള്ളാഹു നമുക്ക് നൽകിയത്. എന്തുകൊണ്ടാണ് അവർക്ക് ഈ സൗഭാഗ്യം കരഗതമായത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ള ഹ്രസ്വമായ 24-ാമത്തെ ആയത്തിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. കഴിഞ്ഞ 23-ാമത്തെ ആയത്തിന് ശേഷം ഇന്ന് പഠിക്കുവാനുള്ള 24-ാമത്തെ ആയത്തിൽ തൊട്ട് മുമ്പ് പഠിച്ചത് 23-ാമത്തെ ആയത്താണ്. 26 എന്ന് ഞാൻ പറഞ്ഞത് അബദ്ധം സംഭവിച്ചതാണ്. 23-ാമത്തെ ആയത്താണ് നമ്മൾ തൊട്ട് മുന്നിൽ പഠിച്ച വചനം. അതിലാണ് ഈ സൗഭാഗ്യങ്ങളെക്കുറിച്ച് അള്ളാഹു വിവരിച്ചത്. ആ സൗഭാഗ്യങ്ങൾ എന്തുകൊണ്ട് അവർക്ക് കരഗതമായി എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഹ്രസ്വമായ 24-ാമത്തെ ആയത്തിൽ അള്ളാഹു പരാമർശിക്കുന്നത്. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നോട്ട് ശ്രദ്ധിക്കുക. വഹുദൂ വഹുദൂ, അവർ മാർഗദർശനം നൽകപ്പെട്ടത് ഇലത്തൊയ്യിബി ഇലത്തൊയ്യിബി, ഉത്കൃഷ്ടമായതിലേക്കാണ്. മിനൽ കൗലി, വാക്കുകളിൽ ഉത്കൃഷ്ടമായതിലേക്കാണ് അവർ മാർഗദർശനം നൽകപ്പെട്ടത്. അതായത് അള്ളാഹുവിൻ്റെ കലാം, കലാമില്ല, അള്ളാഹുവിൻ്റെ സവിശേഷമായ കലാമിലേക്കാണ്. അതിനെയാണ് ഇവിടെ ഇലത്തൊയ്യിബി മിനൽ ഖൗൽ എന്ന് വിശേഷിപ്പിച്ചത്. ഉത്തമമായ വാക്കുകളിലേക്കാണ് അവർ മാർഗദർശനം നൽകപ്പെട്ടത്. അള്ളാഹു അവർക്ക് അവതരിപ്പിച്ചു കൊടുത്ത രക്ഷാമാർഗമായ അള്ളാഹുവിൻ്റെ കലാമിലേക്കാണ് അവർ നയിക്കപ്പെട്ടത്. വീണ്ടും അള്ളാഹു പറഞ്ഞു വഹുദു ഇല സുറാത്തിൽ ഹമീദ്. മാത്രവുമല്ല, അവർ നയിക്കപ്പെട്ടത് ഏറ്റവും സ്തുത്യർഹനായവൻ്റെ മാർഗത്തിലേക്കുമാണ്. സ്തുത്യർഹനായ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുമാണ് അവർ നയിക്കപ്പെട്ടത്.
ആ മാർഗമാണ് അവർ പിൻപറ്റിയത്. അതുകൊണ്ടാണ് അവർക്ക് ഈ സൗഭാഗ്യം കരഗതമായത് എന്ന് അള്ളാഹു ഈ ആയത്തിൽ കൂടി നമ്മെ ഉണർത്തുന്നു. വഖുദൂ ഇല ത്വയ്യിബി മിനൽ ഖൗൽ, ഉത്തമമായ വാക്കുകളിലേക്കാണ് അവർ മാർഗദർശനം നൽകപ്പെട്ടത്. ദേ വെയർ ഗൈഡഡ് ടു ദ गुड स्पीच. उन्हें उत्तम वजन की ओर मार्ग दिखा दिया गया. वहुदु इला सुറാത്തിൽ ഹമീദ്, സ്തുത്യർഹനായ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കാണ് അവർ നയിക്കപ്പെട്ടത്. ആൻഡ് ദേ വെർ ഗൈഡഡ് ടു ദ പാത്ത് ഓഫ് ദ പ്രൈസ്വർത്തി. और उन्हें प्रशंसनीय अल्लाह के सीधे मार्ग की और मार्गदर्शन दिया गया. उन्हें प्रशंसनीय अल्लाह के सीधे मार्ग की और मार्गदर्शन दिया गया. ഇത്രയുമാണ് ഇന്നത്തെ പാഠഭാഗം. നന്നായി പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.